ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അടുത്ത വീഡിയോ. ഇന്നിപ്പോൾ ധൃതി പിടിച്ച് എന്തൊക്കെയോ പിടിച്ച് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എനിക്കൊരു പടം കറക്റ്റ് പറഞ്ഞാൽ നല്ല പടമാണ്, പോയി കണ്ടില്ല, ഭയങ്കര മിസ്സാവുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ നേരം നോക്കിയപ്പോഴത്തേക്ക് ഷൂട്ട് പെട്ടെന്ന് തീർന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ പുള്ളിയുടെ ഷൂട്ട് തീർന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ഞാൻ നോക്കിയതിന് 10 മണിക്ക് ഒരു സീറ്റ് കിടപ്പുണ്ടായിരുന്നു. എന്താ പറയുക, 10 മണിക്കായപ്പോഴത്തേക്കും ഷോ ഉണ്ട്. ഞാനിപ്പോൾ ടിക്കറ്റ് ഒരെണ്ണം ഒരു ബാക്കിലോട്ടൊരു സീറ്റിംഗ് കിടപ്പുണ്ടായിരുന്നു. ഒന്നും നോക്കില്ല, ആരും വിളിക്കാനോ ആരും പറയാനോ ഒന്നും നിന്നില്ല. ഒറ്റയ്ക്ക് ഞാൻ തന്നെ ബുക്ക് ചെയ്ത് പോകുന്നു. പക്ഷേ ഇപ്പോൾ 10 കാലമായിട്ടുണ്ട്. എന്താണെന്ന് അറിയാൻ മേല. എന്തായാലും പോയി നോക്കാം. ഒരു 15 മിനിറ്റ് പരസ്യം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ആരും പ്രതീക്ഷ വെച്ച് പോവാം. എന്തായാലും ഭയങ്കര കിടിലം പടമാണെന്നാണ് പറഞ്ഞത്. ഞാൻ ടിക്കറ്റ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. സ്ക്രീൻ 6 മൂവി. റൈറ്റ് പോയിട്ട് ലെഫ്റ്റ് തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം, തുടങ്ങിയെന്നുണ്ടെങ്കിൽ എടുത്തില്ല. 6, 7 കണ്ടിട്ടുണ്ട്. പോട്ടെ, പോയി കാണട്ടെ എന്താണെന്നുള്ളത്. 4 ഹൈപ്പ് ഭയങ്കര ഇതായിട്ടാണ്. 6, 7 തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ തിയേറ്ററിനകത്ത് കയറി തിയേറ്ററിൽ പടം കണ്ട് ഇറങ്ങിയിട്ട് വരാം. ഓക്കെ, തുടങ്ങി കാണല്ലേ. തുടങ്ങി കഴിച്ച് ഈ പടം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പടം കണ്ട് ഞാൻ പടം കണ്ട് ഇറങ്ങി കേട്ടോ. ഞാൻ എത്തിയപ്പോഴും തുടങ്ങി എനിക്ക് തോന്നുന്നു 3 മണിക്കൂർ 3.25 മണിക്കൂർ ഈ പടമുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പരസ്യം കാണിക്കേണ്ട ഒരു ഡയറക്റ്റ് 10 മണിക്ക് തന്നെ പടം തുടങ്ങിയെന്ന് എനിക്ക് തോന്നണം. സാധാരണ ഞാൻ വരാൻ നമ്മളൊരു 10:15 സമയത്തൊക്കെയല്ലേ പടം തുടങ്ങത്തുള്ളൂ ആക്ച്വലി. പക്ഷേ ഇത് ഞാൻ വരുന്ന മുമ്പ് തന്നെ പടം തുടങ്ങിയായിരുന്നു. അത് ആദ്യത്തെ കുറച്ച് സീൻസ് എനിക്ക് മിസ്സായി പോയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. പടം ഫുള്ളായിട്ട് കണ്ടപ്പോഴത്തേക്കും രസമുണ്ട്. അത് രൺവീർ സിംഗ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെ അവിടെ ആരായിരുന്നു, നമ്മുടെ തമിഴിലായിരുന്നില്ല, മാധവനുണ്ട്, പിന്നെ സഞ്ജയ് ദത്തുണ്ട്, പിന്നെ അക്ഷയ് ഖന്നയുണ്ട്. ഇത്തരം പേരൊക്കെ അതിനകത്ത് മെയിൻ ലീഡ് റോള് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വേറെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരാളും കൂടെ അതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണോ? ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. ഇപ്പം എന്തായാലും നിങ്ങൾ മിക്കവരും പടം കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ ആൻമരിയ കലിപ്പിലാണെന്ന പടത്തിലെ കൊച്ചില്ലേ, ആ കൊച്ചി ആലോചിക്ക്. ഇത്രയും വലിയ ഹിന്ദി പടത്തിനകത്ത് എൻ്റെ പൊന്നി പോയ പോക്ക് കിട്ടില്ല ലുക്ക്. വേറെ ലെവലിൽ ലുക്ക്, നല്ല രസമാണ് കാണാൻ. അത് രൺവീർ സിംഗിനോട് കട്ടയ്ക്ക് പോയി റൊമാൻസ് ആണെങ്കിൽ പോലും കട്ടയ്ക്ക് അടിച്ച് നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് കണ്ടിരിക്കേണ്ട. അവരുടെ ആ കോംബോ നല്ല വർക്കൗട്ട് ആവുന്നുണ്ട്. അത് കാരണം അത് നല്ല ഒരു കപ്പിൾ, അതായത് ഒരു കെമിസ്ട്രി അവർക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. അത് തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ കെമിസ്ട്രി നന്നായിട്ട് അവർക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. അത് കാരണം കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അല്ലാണ്ടൊരു സാധാരണ മലയാളത്തിൽ നോക്കി കഴിഞ്ഞാൽ എത്ര ഇതാണ് എനിക്കറിയത്തില്ല. നന്നായിട്ട് കെമിസ്ട്രി വർക്ക് ആവുന്നുണ്ട്. അതെനിക്ക് എന്തായാലും തോന്നി. പറഞ്ഞു വന്നത് നമ്മളെ ഇവിടം വരെ ഇരുന്ന്, അതായത് ഇവരുടെ തമ്മിലുള്ള കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുള്ള കാര്യം നല്ല രസമുണ്ട്. ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായി. പിന്നെ പടത്തിൻ്റെ ഓവറോൾ പറയാന്നുണ്ടെങ്കിൽ നല്ല ബീജിയം. ബീജിയം സ്വാഗൊക്കെ എന്നോ ലെവൽ, എൻ്റെ അമ്മോ, അത് തന്നെ മതി. അതാണ് വേറെ. രൺവീർ സിംഗൊക്കെ സ്വാഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ അന്യായ സ്വാഗ്, ഒരു രക്ഷയില്ലാത്ത രീതിക്ക്. ആ ബീജിയം കൂടി ചേർത്ത് വരുമ്പോഴത്തേക്കും വേറെ ലെവലിൽ പോകും. 1-2 വളരെ കുറച്ച് പാട്ടുകളേ ഉള്ളെന്നുണ്ടെങ്കിലും അത് നല്ല ഇതായിട്ട് അതിനെ നല്ല രസമാണ് ആ പാട്ട് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായ പാട്ട്. സോറി അല്ലേ, നല്ല ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായ പാട്ടുകളെല്ലാം പറയാറുണ്ട്. പിന്നെ നമ്മുടെ സഞ്ജയ് ദത്ത് ഉണ്ട് ഇതിനകത്തൊരു ലീഡിങ് ക്യാരക്ടറായിട്ട് തന്നെ ഇതിനകത്തുണ്ട്. എന്താ പറയുക, അങ്ങനത്തെ രീതിയിൽ പോകുന്നുണ്ട് സഞ്ജയ് ദത്ത് ആണെങ്കിൽ പോലും പെർഫോമൻസ് ബേസ് ആണെങ്കിൽ പുള്ളി കൊടുത്തിരിക്കുന്ന റോൾ ഒരു പോലീസ് ക്യാരക്ടർ ആണെങ്കിൽ പോലും അതിന് നന്നായിട്ട് പുള്ളി മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ വില്ലനിസം എന്ന് പറഞ്ഞാൽ വില്ലനാണോന്ന് വെച്ചാൽ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്പൈ അങ്ങനത്തെ ഒരു ടൈപ്പിൽ ഇപ്പോൾ ജോണറിൽ പോകുന്നൊരു പടമാണ്. അപ്പം ആ ഒരു ഇതിൽ പോകുന്നത് വില്ലൻ എന്ന് ഉദ്ദേശിച്ച അത് തന്നെ വില്ലൻ എന്ന് പറഞ്ഞാൽ അന്യായ വില്ലൻ്റെ പേരെന്തായിരുന്നു, അക്ഷയ് ഖന്ന. അങ്ങേരുടെ സ്വാഗും അങ്ങേരുടെ ലുക്കും, സഞ്ജയത്തിൻ്റെ ലുക്ക്, സഞ്ജയത്തിന് അത്ര ലുക്കില്ല. പിന്നെ നമ്മുടെ രൺവീർ സിംഗിനാണ് അത്ര ലുക്ക് വരുന്നത്. സഞ്ജയത്തിൻ്റെ പ്രായത്തിൻ്റെ കാര്യത്തിൽ ലുക്ക് ബേസ് പുള്ളിക്കാരനെ പിടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ രൺവീർ സിംഗിൻ്റെ പൊന്നോ എന്ത് സ്വാഗ്, എന്ത് ലുക്ക്, മാരക ലുക്ക്. പിന്നെ പടം ഓവറോൾ പറയാൻ തന്നെ ഒരു 3.5 മണിക്കൂർ പടമുണ്ട്. എന്താ പറയുക, ഒരു പല ചാപ്റ്റർ ബേസിലാണ് ഇങ്ങനെ പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ചാപ്റ്റർ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു എന്തൊരു സംഭവം പറയുമല്ലോ. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റിഗേഷനും എന്താ പറയുക, പിന്നെ എന്തൊരു സാധനം പറയുമല്ലോ, ഒരു ഓപ്പറേഷൻ, മിലിറ്ററി ഓപ്പറേഷൻ ടൈപ്പ് ഒരു മൂവി ജോണല്ല വയ്ക്കുന്നത്. അത് കാരണം ഓരോരോ ചാപ്റ്റർ ബേസിട്ടാണ് പടം പോകുന്നത്.
ഓരോ ചാപ്റ്ററിലും ഓരോരോ കാര്യങ്ങളും കാണിച്ചിട്ട് പോകുന്നത്. ഇന്ത്യയിൽ നടന്ന പല കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തതിനെ കാണിക്കുന്നുണ്ട്, പല ഇൻസിഡൻ്റായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് പടം A സർട്ടിഫിക്കറ്റ് പടമാണ്. അതായത് ബ്രൂട്ടലും വയലേഷനും കാര്യങ്ങളും എല്ലാം കിഡിലിനായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. വയലൻസ് എന്ന് പറയുമ്പോൾ ഓവർ വയലൻസ് ഇല്ല, എന്നാലും ഉണ്ട്. പിന്നെ ചെറിയ രീതിയിൽ വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു മയം ഇല്ലാണ്ട് കാണിക്കുന്ന വയലൻസും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളത്. സോ അത് കാരണം പടത്തിന് കിട്ടിയിരുന്ന A സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ ഈ പടം ഞാൻ പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹൈപ്പഡായിട്ടാണ് ഞാൻ പടത്തിന് കയറി വന്നത്. ഓവർ ഹൈപ്പാണെന്ന് വെച്ചാൽ ഭയങ്കര 3.25 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞിട്ട് 3.25 മണിക്കൂർ ബോറടിക്കത്തില്ല എന്നുള്ള ഇതിനാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്കെന്തോ സംഭവം വർക്കായില്ല. അത്ര ഓവറാൾ എനിക്ക് വർക്കായില്ലെന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ എനിക്കിനി ഹിന്ദി അത്രയ്ക്ക് കത്താത്ത കൊണ്ടാണോ, നമുക്ക് ചില മലയാളം പടം കാണാനകത്ത് നമുക്ക് ഇതാകത്തില്ലേ, അതുപോലെ ഈ ഹിന്ദി എനിക്ക് അത്രയ്ക്ക് കത്താത്ത കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ എന്നാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണോ എന്തോ എനിക്ക് അത്രയും ഒരു പഞ്ച് വന്നിട്ട്, ഞാൻ ഓവർ എക്സ്പെക്റ്റേഷൻ നിങ്ങളുണ്ടായില്ലേ, ഓവർ എക്സ്പെക്റ്റേഷൻ വന്നുകൊണ്ട് ആ ഒരു പഞ്ച് എനിക്ക് കിട്ടിയില്ല. അതിന് ചെറിയൊരു ലാഗ് ഉണ്ട്. ഞാൻ പറയാം, എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിലും എൻ്റെ ഇതിലും വന്ന കാര്യമാണ് ഞാൻ പറയാം. എനിക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് വലിയൊരു എനിക്ക് ചില സമയത്തൊക്കെ ബോറടിച്ചു കേട്ടോ. ചില സമയത്ത് ചില ചാപ്റ്റേഴ്സ് വരാൻ നേരത്ത് ഇങ്ങനെ ബോറടി തോന്നുന്നുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് വലിയൊരു 3.5 മണിക്കൂർ ബോറടി ഇല്ലാണ്ട് പോയെന്നുള്ള കോൺസെപ്റ്റ് എനിക്ക് ഇപ്പോൾ ഇത്രയും എനിക്ക് കണക്റ്റ് ആവാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് കണക്റ്റ് ആയ പോലെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച് വന്ന രീതിക്ക് ആയിരിക്കും ഇതിൽ ആ പടം പോയതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഇതായിരിക്കണം എനിക്ക് അങ്ങനെ പറ്റിയിട്ടുള്ളത്. പക്ഷേ ഓവറോൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് ഇനി ഉടനെ വരാനുണ്ട്. മാർച്ചിൽ എന്തോ വരുന്നതാണ് അവർ തന്നെ പറയുന്നുണ്ട്. മാർച്ചിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ അതിനകത്തായിരിക്കും ഇതിൽ കൂടുതലും മാസ് മസാലകൾ. എൻ്റെ ഒരു ക്യാരക്ടർ, അത് ഓരോരുത്തരൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് ബഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരുന്ന അപ്പോഴായിരിക്കാം. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും ഓവറോൾ പറയാന്നുണ്ടെങ്കിൽ പടം കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം. നമ്മുടെ ഇന്ത്യയായിട്ട് ഇന്ത്യ ഇത് നടന്നിട്ടുള്ള പല കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് ആ പടത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നെ രൺബീർ എല്ലാവരും ഓവറോൾ. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആൻമരിയ കലിപ്ലാൻ എന്ന പടത്തിനകത്ത് അഭിനയിച്ച ആ കൊച്ചി ഇപ്പോൾ രൺബീർ സിംഗിൻ്റെ കൂട്ടത്തിൽ അഭിനയിക്കുന്ന പറയുമ്പോൾ നമുക്കൊക്കെ ഒരു എന്താ, നമ്മുടെ മലയാള പടത്തിൽ നിന്ന് പോയ ഒരാളല്ലേ എന്ന് വെച്ച് നമുക്ക് ഭയങ്കര ഇതാക്കാം. നല്ല രസമാണ് കേട്ടോ ഇതിനെ കാണാൻ. ക്രഷായി. അയ്യോ, എന്തായാലും ഞാനൊന്ന് ഇറങ്ങി എന്തെങ്കിലും പോയി കഴിക്കട്ടെ. ഐസ്. അപ്പോൾ പടം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തി, ഫുഡൊക്കെ കഴിച്ച് എത്തി. ഓക്കെ, ഇതിപ്പോൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. രൺവീർ സിംഗ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് ഓവർ ഹൈപ്പായിട്ട് ഞാൻ പോയോണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ എന്തൊക്കെയൊക്കെയോ ഒരു ഇതാവാത്ത കൂട്ടൊരു ഫീല്. എനിക്ക് തോന്നുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ഓവർ ഹൈപ്പഡ് ആവാണ്ട് പോയി കഴിഞ്ഞാൽ നോർമൽ ഒരു പടം ആ രീതിക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റാകുമെന്ന് തോന്നുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ വരാത്തത് കൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ഡിസപ്പോയിൻ്റ് ആയി പോയത്. എന്തായാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഇത് തിയേറ്ററിൽ കാണാനുള്ള പടമാണ്. തിയേറ്ററിൽ കണ്ടാൽ BGM-ഉം ആ ഒരു സോങ്സും എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അഫക്റ്റ് ആവത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ നോർമൽ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സുഖിക്കില്ല. സോ നിങ്ങൾ തിയേറ്റർ വിസിറ്റ് ചെയ്ത് കാണേണ്ട പടമാണ് ഇപ്പോഴും. നിങ്ങൾ പോയി കണ്ടിട്ടുള്ളവരാണെങ്കിൽ കണ്ടതിൻ്റെ അഭിപ്രായം പറയുക. കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. പടം കൊള്ളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം, കാണാനുള്ളതുണ്ട്. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. സോ അതിന് വേണ്ടിയും വെയിറ്റ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ സന്ധിക്കുമ്പോഴേക്കും വണക്കം.